പ്ലീസ് ഡോണ്ട് ഡു വെറ്റിനറി. ഓക്കെ, ദയവ് ചെയ്ത് വെറ്റിനറിക്ക് പോകരുത്. ഒരിക്കലും MBBS കിട്ടിയില്ല അല്ലെങ്കിൽ BDS കിട്ടിയില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് ഈ വെറ്റിനറി ചൂസ് ചെയ്യാതിരിക്കുക. ഒരുപാട് ആൾക്കാർ വെറ്റിനറിയുടെ കാര്യം പറഞ്ഞ് വിളിച്ച് കോഴ്സിന്റെ ഡീറ്റെയിൽസും ഒരു പ്രോപ്പർ കരിയർ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം അവർ പറയുന്ന ഒരു കാര്യമാണ്, ചേട്ടാ എനിക്ക് BDS ആയിരുന്നു താല്പര്യം, കിട്ടിയില്ല, അതുകൊണ്ടാണ്. ചേട്ടാ എനിക്ക് MBBS ആയിരുന്നു ഇൻട്രസ്റ്റ്, പക്ഷെ കിട്ടിയില്ല, അതുകൊണ്ടാണ്. പ്ലീസ് ഡോണ്ട് ഡു വെറ്റിനറി. ഓക്കെ, ദയവ് ചെയ്ത് വെറ്റിനറിക്ക് പോകരുത്. കാരണം ഒരു MBBS ഡോക്ടറേക്കാൾ അല്ലെങ്കിൽ ഒരു BDS ഡോക്ടറേക്കാൾ ഒരുപാട് കമ്പാഷനും ഹ്യൂമിലിറ്റിയും ഒരുപാട് എമ്പതിയും ഒക്കെ വേണ്ടുന്ന ഒരു പ്രൊഫഷനാണ് ഈ പറയുന്ന വെറ്റിനറി എന്ന് പറയുന്നത്. ഓക്കെ, സഹജീവികളോട് സ്നേഹം അത്രത്തോളം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റൂ. ദയവ് ചെയ്ത് വെറും സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടോ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ടോ വെറ്റിനറി എടുക്കാതിരിക്കുക. സിൻസിയർലി ഈ പറയുന്ന പ്രൊഫഷനോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. വെറും 17 ലക്ഷം രൂപയ്ക്ക് അസർബൈജാനിൽ സ്റ്റേറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 17 ലക്ഷം രൂപയോളം ചെലവഴിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ പാക്കേജിൽ നമുക്ക് ഈ പറയുന്ന വെറ്റിനറി കോഴ്സ് പഠിക്കാനായിട്ട് പറ്റും. നീറ്റിന്റെ ആവശ്യമില്ല, അങ്ങനെയുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാനഡയിലും USA-ലും ഒക്കെ അപ്രൂവലുള്ള, നമ്മുടെ നാട്ടിലും ഇക്വലൻസി ഉള്ള ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. എല്ലാ രീതിയിലും എക്യുപ്മെന്റൽ സപ്പോർട്ടും നമുക്ക് ക്യാമ്പസ് എക്സ്പോഷർ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പസ് തന്നെയാണത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്യാമ്പസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഇതിന്റെ പ്രൊസീജിയറിനെ പറ്റിയിട്ടോ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇത്തരത്തിൽ നമുക്ക് ക്യാമ്പസുകളെ പറ്റിയിട്ടും ഗ്ലോബലി ഉള്ള കോഴ്സുകളെ പറ്റിയിട്ടും ഒക്കെ ഒരു ബ്രൂട്ടലി ഓണസ്റ്റ് അസസ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവ്യൂവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.